ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജോസഫ്, നായാട്ട്, ഇലവീഴ പൂഞ്ചിറ എന്നീ സിനിമകളുടെ അണിയറയിൽ പ്രവർത്തിച്ച ഷാഹി കബീർ എഴുതി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മാർട്ടിൻ പ്രക്കാട്ടാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ജഗദീഷ്, പ്രിയാമണി, മനോജ് കെ.യു, ഉണ്ണി ലാലു, റംസാൻ മുഹമ്മദ്, ശ്രീകാന്ത് മുരളി, വിശാഖ് നായർ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നു. ഷാഹി കബീറിൻ്റെ സാന്നിധ്യമുള്ള മുൻ ചിത്രങ്ങളിലേതുപോലെ തന്നെ ഇതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ പോലീസ് ജീവിതങ്ങളുമായി വളരെ അടുത്തു കിടക്കുന്ന ഒരു പടമാണ്. DYSP ആയിരുന്നിട്ട് CI ആയി താഴ്ത്തപ്പെട്ട ഒരു ഓഫീസറായി കുഞ്ചാക്കോ ബോബൻ വേഷമിട്ടിരിക്കുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിലെ തന്നെ മികച്ച റോളുകളിൽ ഒന്ന് എന്ന് പറയാവുന്ന വേഷമായി പറയാം. കുഞ്ചാക്കോ ബോബൻ്റേതായ രംഗങ്ങളിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ആ ഓഫീസറുടെ ഇൻട്രൊഡക്ഷൻ രംഗമായിരുന്നു. അയാൾ പുതിയ സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കുന്നതോടെയാണ് പടം ആരംഭിക്കുന്നത്. CI ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആ സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരുക്കങ്ങളിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയുമാണ് നായകൻ്റെ ശക്തമായ ഇൻട്രോ സീനിലേക്ക് സിനിമ എത്തുന്നത്. അവിടെ വെച്ച് തന്നെ നായകൻ എത്തരത്തിലുള്ള ആളാണെന്നും പടത്തിൻ്റെ സ്വഭാവം ഏകദേശം എങ്ങനെയാകുമെന്നും പ്രേക്ഷകന് ഒരു ഔട്ട്ലൈൻ കിട്ടുന്നു. CI ആയി ചാർജ് എടുക്കുന്നതോടെ സ്റ്റേഷനിൽ വരുന്ന ഒരു ചെറിയ കേസുമായി ബന്ധപ്പെട്ട് നായകനായ പോലീസ് ഓഫീസർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ വലിയ ഒരു സംഭവത്തിൻ്റെ ചുരുൾ അഴിക്കുന്നതായാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ കാണിക്കുന്നത്. മെയിൻ ആയും കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ വേഷത്തിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ മുൻപോട്ടുള്ള പോക്ക്. കുഞ്ചാക്കോ ബോബന് പെർഫോം ചെയ്യാൻ പറ്റിയ ഇടങ്ങളൊക്കെ ചിത്രത്തിൽ ഒരുപാട് കണ്ടു. അതൊക്കെ അദ്ദേഹം മനോഹരമായി തന്നെ ചെയ്തു ഫലിപ്പിച്ചതായി തന്നെ തോന്നി. എന്തുകൊണ്ടാണ് ആ കഥാപാത്രം ഇത്തരത്തിൽ ആയിത്തീർന്നതെന്നും ഇപ്പോൾ അയാളുടെ അവസ്ഥ എത്തരത്തിൽ ഉള്ളതാണെന്നും മറ്റുള്ളവരിൽ നിന്നും തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള ആ കഥാപാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും തൻ്റെ ജോലിയോട് അയാൾ കാണിക്കുന്ന ആത്മാർത്ഥതയും ജോലിയിൽ അയാൾക്കുള്ള പ്രാവീണ്യവും അയാളുടെ ഒബ്സർവേഷനുകളും ഒക്കെ കുഞ്ചാക്കോ ബോബൻ സംവിധായകനും പ്രേക്ഷകനും വേണ്ടി വൃത്തിയായി തന്നെ പണിയെടുത്ത് ഫലിപ്പിച്ചതായി തന്നെ തോന്നി. ചിത്രത്തിൻ്റെ എഴുത്തും ഗംഭീരമായി തന്നെ തോന്നി. ചെറിയ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് കണക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയും ക്രിമിനൽസിനെ പ്രേക്ഷകൻ കാണുന്നതും അപ്പുറത്ത് നായകനും ടീമും കാണാതിരിക്കുന്ന അവസ്ഥയും നായകനും വില്ലന്മാരും പരസ്പരം കാണുന്ന രീതിയും ഒക്കെ തന്നെ എഴുതിയും ഷൂട്ട് ചെയ്തും ഭംഗിയായി തന്നെ അണിയറക്കാർ ചെയ്തതായി തോന്നി. ഇനി ഓർമ്മയിൽ നിൽക്കുന്നത് റംസാൻ ആൻഡ് വിശാഖ് ടീമിൻ്റെ പെർഫോമൻസ് ആണ്. അവരുടെ ഗ്യാങ് പ്രേക്ഷകനെയും നായകനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രകടനം തന്നെ തന്നു. പിന്നെ ജഗദീഷും ശ്രീകാന്ത് മുരളിയും പ്രിയാമണിയും ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ആസ്വാദനത്തിൻ്റെ കാര്യം നോക്കിയാൽ പടത്തിൻ്റെ ഒന്നാം പകുതി നീങ്ങുന്നത് അടുത്ത രംഗം എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ആയിരുന്നു. തിയേറ്റർ തന്നെ മൊത്തം പടത്തിലേക്ക് ഉറ്റുനോക്കുന്ന അവസ്ഥയായിരുന്നു ഇൻ്റർവെൽ ബ്ലോക്ക് വരെ ഉണ്ടായിരുന്നതെന്ന് പറയാം. അത്രയ്ക്ക് ഔട്ട്പുട്ടായിരുന്നു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നത്. പക്ഷേ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന ഒരു ക്ലൂ പ്രേക്ഷകന് ലഭിക്കുന്നു. പിന്നെ പടത്തിൻ്റെ വഴി ഏകദേശം പ്രേക്ഷകന് ലഭിക്കുന്നുണ്ട്. ക്ലൈമാക്സ് വരെ എങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയായിരുന്നു രണ്ടാം പകുതിയുടെ പോക്ക്. പിന്നെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗാനങ്ങളും രംഗങ്ങളുടെ എഡിറ്റിങ്ങും ക്യാമറയും ഒക്കെ തന്നെ ഗംഭീരമായി തോന്നി. ടെക്നിക്കൽ വൈസ് ഒരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇൻ ഷോർട്ട്, ഒതുക്കത്തോടെ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന കുഞ്ചാക്കോ ബോബന് പെർഫോം ചെയ്യാൻ അത്യാവശ്യം സ്പേസ് കൊടുത്തിരിക്കുന്ന